അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് രാവിലത്തേക്കോ വൈകിട്ടത്തേക്കോ എപ്പോൾ വേണോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈദ വെച്ചുള്ള ഒരു അട. പക്ഷേ ഇത് ഇലയിലൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ദോശക്കല്ലാണ് ഈ സംഭവം റെഡിയാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നും ഇലയൊന്നും കിട്ടിയെന്ന് വരത്തില്ല, പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇലയൊക്കെ കിട്ടാൻ പാടില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു അട. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി. അതിന് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മളിപ്പോ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു നുള്ളുപ്പ് മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ ഒരു ദോശമാവിന്റെ ഒക്കെ പരിപാടി ആ ഒരു പരുവത്തിന് കലക്കിയെടുക്കാവേ. അപ്പോൾ ഓരോ പൊടിക്കും വ്യത്യാസം കാണും ഇതിന്റെ വെള്ളത്തിന്റെ അളവ്. അത് കുറേശ്ശെ ഒഴിച്ച് കലക്കി നോക്കുക, അതാണ് ഏറ്റവും എളുപ്പമാർഗം. അത് തന്നെ. വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പൊടി ഇടുക. അതുകൊണ്ട് അതില് നമുക്ക് പ്രശ്നമില്ല. നന്നായിട്ടുണ്ടല്ലോ, കട്ടയില്ലാതെ നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അതാണ് അതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ. മൈദ ഇടുമ്പോൾ മുഴുവൻ കൂടെ ആദ്യം തന്നെ ഇടരുത്, ഒരു സ്വല്പം മാറ്റി വെച്ചേക്കുക. അപ്പൊ ശരിയാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് എടുക്കും, കാര്യം കട്ടയില്ലാതെ നമുക്ക് അത് കലക്കിയെടുക്കണം. അപ്പൊ അതൊന്ന് കലക്കിയെടുക്കുന്ന ഒരു താമസം. അപ്പൊ നമ്മുടെ മാവ് അത്യാവശ്യമല്ല, നന്നായിട്ട് നമ്മൾ കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലിരുന്നാൽ മതി. ലൂസും വേണ്ട, അധികം കട്ടിയും വേണ്ട. ആ ഒരു പരുവത്തില് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ അകത്തൊരു ഫില്ലിങ് വെക്കണമല്ലോ. അപ്പൊ നമ്മൾ അതൊന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് തേങ്ങ, പിന്നെ നമ്മുടെ ജീരകമല്ല, ഇത് നമ്മുടെ ഏലക്കയാണ്. തൊണ്ടോടെ തന്നെ ചതച്ചെടുത്തതാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മള് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും എടുക്കാവേ. ശർക്കരയോ ചക്കരയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇന്ന് നമ്മള് പഞ്ചസാര വെച്ചിട്ട് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാര്യം ഈ പഞ്ചസാര നന്നായിട്ട് ഇതിനകത്ത് അലിഞ്ഞ് ചേരണം. അപ്പൊ നമ്മള് നേരത്തെ ഒരു ഇലയട ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന് നമ്മള് ശർക്കര എടുത്തത്. പക്ഷെ ഇപ്പൊ നമ്മള് പഞ്ചസാര എടുത്തത്. അപ്പൊ ഇത് പഞ്ചസാര വേണേ പാവ് കാച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാം. പക്ഷെ ഇതാ എളുപ്പം. അതെ, ഇതാണ് എളുപ്പ പരിപാടി. ഇത് നമ്മളെ എളുപ്പ പരിപാടി. നേരെ നമുക്ക് അടുക്കള നിന്ന് സമയം കളയാനുള്ള ഇത് വേണ്ട, പെട്ടെന്ന് നമ്മുടെ പരിപാടി തയ്യാറാക്കണം. എന്നാൽ നല്ല രുചികരമായ ഭക്ഷണമായിരിക്കും, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം 4 മണിയുടെ കൂടെ ചായക്ക് വേണമല്ലോ എങ്ങനെ വേണം കഴിക്കാം. പിള്ളേർക്ക് വേണം സ്കൂളിൽ കൊടുത്തുകൂടാ. ഞാൻ കൈ ഇട്ട് തന്നെ തിരുമ്മി എന്നാന്ന് വെച്ചാൽ ഈ പഞ്ചസാരയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ല, സ്പൂൺ വെച്ചൊക്കെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മള് വീടുകളിലൊക്കെ ചെയ്യുന്നത് കൈയിട്ട് തന്നെ ഇളക്കി നല്ലതായിട്ട് ഒന്ന് ആക്കിയെടുക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു കടിക്കും. അപ്പൊ ആ കടി വരാതിരിക്കാൻ വേണ്ടി ചൂടാകുമ്പോ അത് ഓക്കെ ആവും. എന്നാലും നമ്മള് ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് ആവുമേ. അപ്പൊ അതുകൊണ്ടാണ് ആ സംഭവം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ദോശക്കല്ല് എടുക്കാം അല്ലേ? പിന്നെ അതങ്ങോട്ട് മാറ്റിക്കും. ഇത് നമ്മുടെ ദോശക്കല്ല് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നത്. അപ്പൊ അത് നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക്. നമ്മൾ സാധാരണ തേക്കുന്ന എണ്ണ, അത് നല്ലെണ്ണയോ നല്ലെണ്ണയായിരിക്കും നല്ലത്. ഇതുണ്ടല്ലോ, വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തരം അടയാണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇല എടുക്കാൻ പോകണ്ട. സംഭവം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവര് മറ്റേ അട വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വാശി പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമുക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടയാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റന്റ് അട എന്നുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ മാവ് നല്ല അതിന്റെ ഒരു പരുവം കറക്റ്റ് ആണ്. അപ്പൊ നമുക്കത് ഒഴിച്ചു കൊടുത്ത് ദോശ പരത്തുന്ന പോലെ തന്നെ പരത്തുക. കട്ടി കുറച്ചൊക്കെ പരത്തിയാൽ മതി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് വേണേലും ചെയ്തെടുക്കാം. പക്ഷെ ഇതുണ്ടല്ലോ, മൈദ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. കാര്യം നമ്മുടെ ഈ പൊറോട്ടയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സുഖം കൂടി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇനി ഇതൊന്ന് റെഡി ആകണം. ഒരു സൈഡ് കളർ മാറും.
ഈ കളർ വെള്ളം ഉള്ളിടത്തെ കളറും മറ്റേ വെന്ത ആ ഒരു സ്ഥലത്തെ കളറും കൂടെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ തിരിച്ചിടുക. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ സൈഡ് റെഡി ആയപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും മധുരവും എല്ലാം കൂടെ ഇല്ലേ, അത് നമുക്ക് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ അടക്കി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കാവേ. ഇത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും വെക്കാം, കുറച്ച് വേണമെങ്കിലും വെക്കാം. അത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമുക്ക് എന്തുമാത്രം വേണമെന്നുള്ള നമ്മളല്ലേ തീരുമാനിക്കുന്നത്. ഇത്രയുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മടക്കാം. അതെ, മടക്കി ഇവിടെ നല്ലതായിട്ട് മടക്കിയിട്ടൊന്ന് സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചിട്ട് ഇപ്പൊ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ആ സൈഡ് ഈ രണ്ട് സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ സൈഡ് ഉണ്ടല്ലോ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ അട റെഡി ആയില്ലേ. കണ്ടോ, ഇത് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തത് നോക്കിയേ. ഇത്രേ ഉള്ള പരിപാടി. അപ്പൊ നമുക്ക് ഒരു 3-4 കൂടെ ഉണ്ടാക്കാനുള്ള മാവുണ്ട്. അപ്പൊ അതും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണേലും ചേർക്കാവേ. ഈ വിട്ട് വരണം. അപ്പൊ അതിന് ഇഷ്ടമുള്ള ഏതാണോ അത് ചേർക്കാം. അപ്പൊ ഇതുപോലെ നമുക്കിത് ബാക്കി എല്ലാം കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഏറ്റവും അവസാനത്തെ അട നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഇതുണ്ടോ, എത്ര എണ്ണമായി? 6 എണ്ണമായിട്ടുണ്ട്. അപ്പൊ ഈ 1.5 കപ്പ് മാവ് കൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ള സംഭവം, നമുക്ക് ഈസി ആയിട്ടുള്ള സംഭവം നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അപ്പൊ ഇതുപോലെ ഉണ്ടല്ലോ, എളുപ്പത്തിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ. ചിലപ്പോൾ ഇത് അറിയാതൊരു കാണും കേട്ടോ, പക്ഷെ അറിയാൻ മേലാത്തൊരു ഒരുപാട് പേര് കാണും. അപ്പൊ അവര് ഒന്ന് റെഡിയാക്കിക്കോട്ടെ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അതെ, നമുക്കുണ്ടല്ലോ ഈ മറ്റേ സ്കൂളിലൊക്കെ 10 മണിക്ക് ഒക്കെ കഴിക്കാനായിട്ട് പിള്ളേർക്ക് മറ്റേ എന്താ പറയുന്നത് സ്നാക്ക് ബോക്സ് കൊടുത്തിടത്തില്ലേ, അതിനകത്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ ഇത്. അപ്പൊ എന്തായാലും അപ്പൊ ഇത് ഗോതമ്പ് പൊടി വെച്ച് വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ എന്ന് പറയണേ. പിന്നെ എളുപ്പമല്ലേ സംഭവം, നല്ല സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പം അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അത് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇത് അറിയാൻ മേലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അപ്പൊ അവരും കൂടെ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കട്ടെ. അപ്പം നമുക്ക് വേറെ നല്ലൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.